ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ മീനം കൂറുകാർക്കുള്ള ഫലം അല്ലെങ്കിൽ മീനം രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മീനം രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു, 3-ൽ അനുകൂലമല്ലാത്ത സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, 4-ൽ അനുകൂലമല്ലാത്ത ചൊവ്വ, 7-ൽ അനുകൂലമല്ലാത്ത ശുക്രൻ, കേതു, ബുധൻ, 8-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, 12-ൽ അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന ശനി. ഇതൊക്കെയാണ് ഗ്രഹസ്ഥിതി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഗുണദോഷ മിശ്രത്തിൽ ഗുണവും ദോഷവും ചേർന്ന് വരുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ധനകുടുംബ സ്ഥാപന സംബന്ധമായിട്ടുള്ള ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാപനം, അതായത് കുടുംബത്തിൻ്റെ വളരെ ശ്രദ്ധിക്കണം. ധനവരവിനെ പറ്റിയിട്ടും ധനത്തിൻ്റെ ചെലവിനെ പറ്റിയിട്ടും വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ പല ഐഡിയകളും മനസ്സിൽ വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട്. കുറച്ച് പണം കയ്യിലുണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ നമുക്ക് കളഞ്ഞു പോകാം, അല്ലെങ്കിൽ വിട്ടുപോകാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തിൽ അത് എങ്ങനെ നശിപ്പിക്കാം എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അത് കാരണം പണം ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഏതെങ്കിലും ബാങ്കിൽ ഇട്ട് വെക്കുന്ന ഏറ്റവും നല്ലത്. ഒരു കാരണവശാലും ഒരു ബിസിനസ്സിനോ മറ്റുള്ളതിനോ തുനിഞ്ഞിറങ്ങരുത് എന്നുള്ള ചുരുക്കം എന്ന് പറയാം. സന്താനങ്ങളുമായിട്ട് ഐക്യതയിൽ പോകാൻ വളരെ ശ്രദ്ധിക്കണം. അവരോട് സ്നേഹം കാണിക്കുകയും വാത്സല്യം കാണിക്കുകയും അതുപോലെ തന്നെ ഉപദേശം നൽകുകയും ചെയ്യുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ആവുന്നത്ര സഹകരണത്തോടുകൂടി കഴിയുക. ബന്ധു സമൂഹങ്ങളുമായിട്ട് കലഹങ്ങളില്ലാതെ നോക്കുക. അതുപോലെ സഹോദരങ്ങളായിട്ട് കലഹങ്ങളില്ലാതെ നോക്കുക. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ളതെല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ സംബന്ധമായിട്ടെല്ലാം ചിന്തിക്കുന്ന സമയത്ത് ഭാഗ്യ സ്ഥാനാധിപനായിട്ടുള്ള ഗ്രഹം ആ ഭാവത്തിൻ്റെ നഷ്ടം നിൽക്കുന്നത്. കാരണം ഭാഗ്യസൂക്തം സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും വെച്ച് നടത്തണം. ഭാഗ്യം ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം തിരിയുള്ളൂ. ദൈവാധീനം കുറഞ്ഞൊരു സമയമാണ്. അത് ദൈവാനുഗ്രഹം വരുവാൻ വേണ്ടി ഭാഗ്യസൂക്തം കഴിപ്പിക്കുക. അതുപോലെ തന്നെ ഏഴരശനി നടന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം കൊണ്ട് നീരാഞ്ജനും നെയ്വിളക്കുമാണ് ശരിക്കും ചെയ്യേണ്ടത്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക. ആഴ്ചയിൽ എള്ളുതിരി എത്തിച്ചാലും മതി എന്ന് പറയുന്ന ശാസ്താവിന് അത് ചെയ്തു വരിക. കർമ്മരംഗം പുരോഗതിപ്പെടുത്തുവാനായിട്ട് നമ്മൾ കയ്യിൽ നിന്നും പണമെടുത്ത് വികസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആവശ്യമില്ല, കാരണം അഥവാ ചിലവാക്കിയാൽ അതിൻ്റെ ഗുണം കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ കോടതി കേസ്, വ്യവഹാരങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയാണ്. കൂട്ടു ബിസിനസ് ഒട്ടും ചേരാത്തൊരു സമയമാണ്. അത് കാരണം കൂട്ടു ബിസിനസ്സോട് കൂടിയിട്ട് ഷെയറോട് കൂടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. കടബാധ്യതകൾ അധികവും വാങ്ങി ചേർത്താതിരിക്കാൻ നോക്കണം. ഇഷ്ടമാതിരി കടം കിട്ടുവാനുള്ള ഒരു സന്ദർഭമുള്ള സമയമാണ് ഇപ്പോൾ. കാരണം വരാൻ പോകുന്ന കാലത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കാൻ ഒരുപാടുണ്ട് കിടക്കുന്നുണ്ട് എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ടുള്ള കാരണം കടം വാങ്ങിച്ചു കൂട്ടാനുള്ള പ്രവണത കൂടുതലായിട്ട് കാണും. കിട്ടുകയും ചെയ്യും, ചോദിച്ചാൽ കിട്ടുകയും ചെയ്യും. പക്ഷെ അത് പിന്നീട് ദോഷമായിട്ട് വരും എന്നുള്ള ചിന്തയോടുകൂടി വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് ശ്രദ്ധ വേണം. കാരണം വെച്ചാൽ വാഹന സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും അതുപോലെ 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അബദ്ധങ്ങൾ കൈവന്ന് ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വയറ് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് ചേരുവാനും വയറുവേദന മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ചൊന്ന് ചേരുവാനുള്ള സാധ്യത. കാരണം ദഹന ശക്തി കുറയുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ദഹനത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളത് പറയുന്നത്. അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള ഛർദി, ഓക്കാനം, തലവേദന ഇങ്ങനെയൊക്കെ വരുവാനുള്ള സാധ്യതകൾ ഈ മാസത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് മാറി വരുന്ന ചില പനികൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചുമയും ശ്വാസമുട്ടലും ഇതെല്ലാം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെയ്യേണ്ട പരിഹാരം എന്താ വെച്ചാൽ ശാസ്താവിന് ഞാൻ പറഞ്ഞ മാതിരി മാസത്തിൽ ഒരു പ്രാവശ്യം നീരാഞ്ജനം, നെയ്വിളക്കും ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി. അല്ലാത്ത പക്ഷം മാസത്തിൽ ഒരു പ്രാവശ്യം നീരാഞ്ജനം, നെയ്വിളക്കും ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ശാസ്താവിന് എള്ളുതിരി കത്തിച്ച് വിടുക. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം നടത്തി വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ നടത്തിയ ബുധനോ വ്യാഴാഴ്ചയിൽ നടത്തി വരിക. ഇതൊക്കെയാണ് പരിഹാര മാർഗമായിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തു വരികയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുന്ന വളരെ ദോഷ
സംബന്ധമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർക്കും ദോഷ സമയമാണ്. ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ദോഷ സമയമാണ്, ശ്രദ്ധിക്കണം. അതിൽ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതകരമായിട്ടുള്ള ഈ പരിഹാരങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ വളരെ സാന്തതമായിട്ടുള്ള ലെവലിൽ പോകും. നമസ്കാരം.